അഞ്ജന, ഇപ്പോൾ ഈ ഒരു ചർച്ച ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? അവരുടെ പ്രതികരണമൊക്കെ അവിടെ നിന്ന് എടുക്കാൻ സാധ്യമാണോ? ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ കലക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ അവർ തൃപ്തരാണോ? സായികുമാർ, നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പകുതിയോളം അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർ അതിശക്തമായാണ് ആദ്യം മുതൽ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ കളക്ടർ കുടുംബത്തെ സന്ദർശിച്ചപ്പോഴും അവർ ഉന്നയിച്ച കാര്യങ്ങൾ. വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. അതുകൂടാതെ ഈ കുടുംബത്തിന് വേണ്ട ധനസഹായം അടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ കളക്ടറോട് സൂചിപ്പിച്ചത്. കളക്ടർ അതിൽ നടപടികൾ ഉണ്ടാകും, ധനസഹായം എത്രയും പെട്ടെന്ന് കൈമാറും എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടുംബത്തെ കളക്ടർ സന്ദർശിക്കുകയാണ്. അവരോട് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന ഉറപ്പ് നൽകുകയാണ്. ഇപ്പോൾ ഈ രാത്രിയിലും ഇവിടെ നിരവധി ആളുകളാണ് കൂടി നിൽക്കുന്നത്. അവർ അവരുടെ പ്രതിഷേധം വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ ധനസഹായം നൽകാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ സഹോദരിയുടെ ജോലി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണം. ഫെൻസിംഗ് വർക്കുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങും, നാളെ തന്നെ തുടങ്ങും എന്നടക്കമുള്ള കാര്യങ്ങൾ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ സംഭവ മേഖലയിൽ തെരുവ് വിളക്കുകളുടെ സാന്നിധ്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ തെരുവ് വിളക്കിൻ്റെ അസാന്നിധ്യമാണ് എൽദോസിന് ജീവൻ നഷ്ടമാകാനുള്ള ഒരു പ്രധാന കാരണം. അങ്ങനെ അതടക്കമുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും, നാളെ തന്നെ നടപടി ഉണ്ടാകും. ഫോറസ്റ്റിൻ്റെ വാഹനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കും എന്നടക്കം കളക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളക്ടർ തൻ്റെ തീരുമാനം അറിയിച്ചതിന് ശേഷം ഇപ്പോൾ കുടുംബത്തെ കാണുകയാണ്. കുടുംബത്തിനോട് തൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 6 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന് നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. അതിന് ഒരു പരിഹാരമാണ് ആവശ്യം. അതിനായി കളക്ടർ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എത്രയും പെട്ടെന്ന് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് കളക്ടർ ഇപ്പോൾ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങളിൽ പകുതിയോളം നേടിയെടുക്കാൻ ഇത്രയും മണിക്കൂർ നീണ്ട സമരത്തിലൂടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനായി തന്നെയാണ് അവരുടെ ശ്രമങ്ങളും. ഇനിയുള്ള മണിക്കൂറുകളിലും തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഇവരുടെ കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ ആണെങ്കിലും ഈ എൽദോസിൻ്റെ അയൽവക്കത്തുള്ളവരുടെ ആണെങ്കിലും എല്ലാം തന്നെ ആവശ്യം. എൽദോസ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, ഏക അത്താണിയായിരുന്നു. അതാണ് ഇന്നിപ്പോൾ ഈ ദാരുണമായ സംഭവത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. പ്രധാനമായും ജനങ്ങൾ ഉപയോഗിച്ചു വരുന്നൊരു വഴിയായിരുന്നു. ആ വഴിയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ജനവാസ മേഖലയായിരുന്നിട്ട് പോലും ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായതിൽ തങ്ങളുടെ പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട്. എൽദോസിനെ പോലെ ഇനി ആരുടെയും ജീവൻ ഇവിടെ നഷ്ടമാകാൻ പാടില്ല. അതിനു വേണ്ട ഉറപ്പുകളാണ് അവർ കളക്ടറോടാണെങ്കിലും മറ്റധികൃതരോടാണെങ്കിലും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രധാന ആവശ്യവും. സായി, ഇനിയും വരും മണിക്കൂറുകളിലും പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ അടക്കമുള്ള തീരുമാനം. എന്നാൽ വേണ്ട നടപടികൾ എടുക്കണം. മൃതദേഹം അടക്കം ഇവിടെ നിന്ന് നീക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതാണ് കളക്ടർ ഇപ്പോൾ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാതെ ഇവിടെ ഈ രാത്രിയിലും പ്രതിഷേധിച്ചു കൊണ്ടിരുന്നാൽ ഒരു നടപടിയെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതാ മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രാത്രിയിലും എൽദോസിൻ്റെ വീട്ടിൽ നാട്ടുകാരും പള്ളി അധികൃതരും മറ്റധികൃതരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പോഴും കുടുംബവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ധനസഹായം, ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ശക്തമായൊരു തീരുമാനം ഉണ്ടാകണം. അതിനായി ആണ് ഈ രാത്രിയിലും നാട്ടുകാരടക്കം ഇവിടെ കൂടിയിരിക്കുന്നത്. ആരും തന്നെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരും തന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തങ്ങളുടെ ആവശ്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യം. ഇപ്പോൾ പകുതിയോളം ആവശ്യങ്ങൾ കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട്. ധനസഹായം ഉടൻ തന്നെ കൈമാറുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫെൻസിംഗ് വർക്കുകൾ നാളെ തന്നെ തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു തരത്തിലുള്ള താമസവും വരാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിൽ ഒരു തീരുമാനം വരുത്തണം എന്നതാണ് അവരുടെ ആവശ്യം.